ഭക്ഷണത്തോടൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് ചേച്ചി പറഞ്ഞു എനിക്കറിയാം. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? മീനോ ഇറച്ചിയോ? അങ്ങനെ ഒന്നുമില്ല. എനിക്ക് അങ്ങനെ നോൺ വെജ് വേണമെന്ന് നിർബന്ധമില്ല. എന്തായാലും നേരത്തെ ആദ്യം ആനി പറഞ്ഞതുപോലെ തന്നെ കഴിക്കുന്നത് ടേസ്റ്റ് ഉണ്ടാവണം. അല്ലാതെ നമ്മൾ ഒരു ചടങ്ങിന് വേണ്ടി കഴിക്കാൻ നമുക്ക് താല്പര്യമില്ല. ഭക്ഷണം കഴിച്ചിരിക്കും കുഴപ്പമില്ല, എനിക്ക് കഴിക്കണം നിർബന്ധമില്ല. ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ദിവസങ്ങളുണ്ട്. പിന്നെ വർഷത്തിലൊരു പകുതി കൂടുതൽ ഞാൻ വെയിറ്റ് ചെയ്യാനായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് അങ്ങനെ ഇന്നത് വേണമല്ലോ. പക്ഷേ കുറച്ചേ കഴിക്കത്തുള്ളൂ. കഴിക്കുന്നത് ടേസ്റ്റോട് കഴിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമ്മുടെ ഫിലിമിലൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂറ്റി നോക്കാനും ഒക്കെ ആയിട്ട് നമുക്കിപ്പോൾ മോണിറ്റേഴ്സ് ഉണ്ട്. ഇത് തന്നെയായിരുന്നു കണ്ടിന്യൂറ്റി, മറ്റേ ക്യാമറ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ നോക്കും. പക്ഷേ പണ്ടൊക്കെ ഞാൻ ഇപ്പം ഉർവശി ചേച്ചി അല്ലെങ്കിൽ കൽപ്പന ചേച്ചിയും ഒക്കെ പറഞ്ഞ അനുഭവം വെച്ച് ഞാൻ പറയുക, സാറിന് ഭയങ്കര ഓർമ്മശക്തിയായിരുന്നു. ബാക്കി ഇപ്പം അസിസ്റ്റൻസ് നോക്കിയാൽ പോലും അവർക്ക് തെറ്റിയാൽ പോലും സാർ ഭയങ്കരമായിട്ട് അത് പോയിന്റ് ഔട്ട് ചെയ്യും. ഇതല്ല അതായിരുന്നു എന്ന് പറഞ്ഞിട്ട് സാർ അത് ഭയങ്കരമായിട്ട് പോയിന്റ് ആയിട്ട് ഇത് ആകെ ചെയ്ത് അതാണെന്ന് വെക്കും. സാർ അത് അത്ര കീൻ ആയിട്ടാണോ സാർ ഈച്ച് ആൻഡ് എവറിത്തിങ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്? അതൊരു പറയുമ്പോൾ ഞാനൊരു അനുഭവം പറയാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സിനിമയിൽ നിൽക്കാൻ വന്ന ആൾ ഞാൻ ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ കൂടെ വീണ്ടും സിനിമയിൽ വർക്ക് ചെയ്യാൻ പോയതിൻ്റെ ഒരു കാരണം അതായിരുന്നു. അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ ഈ റെക്കോർഡിംഗ് ഒന്നുമില്ല, നമ്മുടെ വോയിസ് റെക്കോർഡിംഗ് ഒന്നുമില്ല. അപ്പോൾ നമ്മളൊന്ന് അത് ബാലേന്ദ്ര മേനോൻ സാറാണ്, അദ്ദേഹം തന്നെ എഴുതിയ സ്ക്രിപ്റ്റാണ്. അദ്ദേഹം സ്പോണ്ടേനിയസ് ആയിട്ട് ആ സ്പോട്ടിൽ തന്നെ അദ്ദേഹം മാറ്റിയായിരിക്കും പറയുന്നത്. അറിയായിരിക്കുമല്ലോ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള പുള്ളി ആ ഡയലോഗ് മാറ്റി പറയും. അപ്പോൾ ഇത് പിന്നെ അത് ആ സമയത്തൊന്നും എഴുതി വയ്ക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ ചെയ്തെന്ന് വെച്ചാൽ ഞാനൊരു ടേപ്പ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്യായിരുന്നു. റെക്കോർഡ് ചെയ്തിട്ട് അപ്പം നേരത്തെ ഉണ്ടായിരുന്നു, അങ്ങനെ സിസ്റ്റം ഉണ്ടായിരുന്നു റെക്കോർഡ് ചെയ്യാനും. പക്ഷേ അത് എവിടെയാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ, എവിടെയോ റെക്കോർഡ് ചെയ്തു, എത്രയോ ദിവസം കഴിഞ്ഞ് ആയിരിക്കും ഡബ്ബിങ് വരുന്നത്. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്ത് ഞാൻ രാത്രി ഷൂട്ടിങ് കഴിഞ്ഞ് പോയിട്ട് ആ ടേപ്പ് മൊത്തം ഇട്ട് കേട്ടിട്ട് 0 സെറ്റ് ചെയ്തെടുത്തിട്ട് അവിടെ കൗണ്ട് എഴുതി വയ്ക്കുമായിരുന്നു. ഇന്ന സീനിലെ ഇന്ന ഷോട്ടിലെ ഇന്ന ഡയലോഗ് ഇന്ന കൗണ്ടിൽ വരുമെന്ന് വിളിച്ചു. അത് കംപ്ലീറ്റ് ഒരു റിപ്പോർട്ട് ബുക്ക് ഉണ്ടാക്കി വെച്ചു. അപ്പം ഡബ്ബിങ് സമയത്ത് വരുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ ഇല്ലാന്ന് മാത്രമല്ല, അവിടെ ചെന്നപ്പോഴത്തേക്ക് അപ്പം ബാലേന്ദ്ര മേനോൻ സാർ തട്ട തുറക്കുന്ന പറയും ഞാൻ ഈ ഡയലോഗ് പറഞ്ഞിട്ടില്ല എന്ന് പറയും. ഞാനിത് പറഞ്ഞിട്ടേ ഇല്ല, ഇതല്ല ഞാൻ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എന്നെ അന്ന് ഹെൽപ്പ് ചെയ്തത് അന്ന് ചിത്രാഞ്ജലിയിലെ സൗണ്ട് എഞ്ചിനീയർ ഹരിപ്പം ഫ്രീലാൻസ് ഏറ്റവും നല്ലൊരു DTS മിക്സ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഹരി ഞാനും കൂടെ ചെന്നിട്ട് ഇത് ചിത്രാഞ്ജലിയിൽ നമ്മൾ ഈ ടേപ്പ് കറക്റ്റായിട്ട് അവരുടെ സെറ്റിലിട്ട് പ്ലേ ചെയ്തിട്ട് ഇത് കറക്റ്റായിട്ട് ലിപ്പിൽ സിങ്ക് ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കും. അപ്പോഴാണ് എന്നെ ഇങ്ങനെ നോക്കി, ബാലേന്ദ്ര സാർ ഇങ്ങനെ നോക്കി. അപ്പോൾ ഇത് തന്നെ ഞാൻ പറഞ്ഞതല്ലേ. അതൊരു കാരണമാണ് ഞാൻ അവിടെ അദ്ദേഹത്തോടൊപ്പം കണ്ടിന്യൂ ചെയ്യാൻ. അത് അപ്പോൾ ഇത്രയും കാലം നോക്കിയിട്ടും ഇത്രയും ആരും ചെയ്തിട്ടില്ല. ഓ നീ ഇത് ചെയ്തോ, നിങ്ങൾ നോട്ടം മാത്രമേ ഉണ്ടായിരുന്നു. അതെ, ശരിക്കും ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കണമെന്നുണ്ട്. എന്നാന്നറിയാമോ, നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ കേരള എന്ന് പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രിയാണ്. നമ്മുടെ നാട് ഭയങ്കര മനോഹരമാണ്, അതിനകത്ത് യാതൊരു തർക്കമില്ല. പക്ഷേ നമ്മുടെ സിനിമയിലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഒരു പാടവോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സീനറിയോ എന്നതേലും ഒന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറം രാജ്യത്ത് പോകും. ദാറ്റ് മീൻസ് മെഡ്രാസ് പോവും, അല്ലെങ്കിൽ ആന്ധ്ര പോവും, അല്ലെങ്കിൽ കന്നഡയിൽ പോവും, എന്നേലും പോവും. നമ്മളത് നമ്മുടെ നാട്ടുമ്പുറങ്ങളെയൊക്കെ ഒന്ന് മറന്നേച്ച് അപ്പുറത്തോട്ട് പോകുന്നേ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടുമ്പുറങ്ങളുടെ കാര്യം അനി പറഞ്ഞല്ലോ. അനിയിപ്പോൾ ഒരു നന്നായിട്ട് കുക്ക് ചെയ്യുന്നു, ഇവിടെ കുക്കിംഗ് ഷോ നടത്തുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കാറ്ററിംഗ് നടത്തിയിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം കേരളത്തിൽ നിന്ന് കിട്ടുമോ? പച്ചക്കറി കിട്ടുമോ? അരി കിട്ടുമോ? പിന്നെ ഇറച്ചിയുണ്ടോ? അതുമില്ല. പിന്നെ ഇപ്പം എന്താ എല്ലാത്തിനും തമിഴ്നാടിനെയോ ആന്ധ്രാപ്രദേശിനെയോ കർണാടകയോ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. അതുപോലെ തന്നെ ഷൂട്ടിങ്ങിന് അങ്ങനെ ആയി. കേരളത്തിൽ ഇപ്പോൾ ഗ്രാമങ്ങളില്ല. കേരളത്തിൻ്റെ അതിർത്തി കയറി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അടുത്ത അതിർത്തി വരെ പോകുന്ന ഒറ്റ സിറ്റി ആയിട്ടാണ് ആൾക്കാർ കാണുന്നത്. കാര്യം എവിടെയാണ് ഗ്രാമമുള്ളത്? നമ്മൾ ഈ ഹൈവേ വഴി ഓടിച്ചു നോക്കും. നമ്മൾ മറ്റ് സ്റ്റേജിൽ പോയിക്കോളും. ഇപ്പം തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ കർണാടകയിലോ ഉള്ള നമ്മൾ സ്റ്റേറ്റിൽ പോയിട്ട് നമ്മൾ അവിടുത്തെ ഹൈവേ വഴി ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രയോ ഓപ്പൺ സ്പേസും നമുക്ക് എത്രയോ പാടങ്ങളുണ്ടാകും, അല്ലെങ്കിൽ എത്രയോ കൃഷി സ്ഥലങ്ങളുണ്ടാകും. കേരളത്തിൽ എവിടെ ഉണ്ട്? ഹൈവേയിൽ കയറി നോക്കൂ, ഹൈവേയിൽ എവിടെ ഉണ്ട്? ഒന്നുമില്ല, എല്ലായിടവും ബിൽഡിങ്ങുകളും. അങ്ങനെ അപ്പം ഒരു സിറ്റിയായി മാറി കേരളം, മൊത്തത്തിൽ സിറ്റിയായി. ടോട്ടലി ഒരു കൺസ്യൂമർ സ്റ്റേറ്റായി മാറി കേരളം. ഇവിടെ ഒന്നും പ്രൊഡക്ഷൻ ഒന്നുമില്ല. എല്ലാം എന്തിനാ? ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ലോറി ഓണ സമയത്ത് ലോറി സമരം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓണം ആഘോഷിക്കാൻ ഒന്നുമില്ല. പിന്നെ ടോട്ടലി നമ്മൾ മറ്റു സ്റ്റേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാണ് എല്ലാ കാര്യത്തിലും. ഇപ്പം കേരളം എന്ന് ഞാൻ കേരയുടെ നാട്, അതായത് നാളികേരത്തിൻ്റെ നാട്, തെങ്ങിൻ്റെ നാട്. ഇന്ന് കരിക്ക് വേണമെങ്കിലും തേങ്ങ വേണമെങ്കിലും തമിഴ്നാട്ടിൽ ഒന്നീ പൊള്ളാച്ചി എന്ന് വരണം, അല്ലെങ്കിൽ മധുര ഭാഗത്ത് നിന്ന് വരണം. നമുക്ക് ഇനിയിപ്പോൾ അതിനുവേണ്ടിയൊക്കെ നമുക്ക് ഇന്നത്തെ ജനറേഷൻ അതിനുവേണ്ടി ഒരു നല്ലൊരു ഇപ്പോൾ ആൾക്കാർ പറയുന്നതാണല്ലോ, നമ്മുടെ വീട്ടിൽ നമ്മുടെ ആവശ്യത്തിനെങ്കിലും വേണ്ടി ഒരു പച്ചക്കറി തോട്ടം. ഞങ്ങളിപ്പോൾ ഗവൺമെൻറ് സഹകരണത്തോടെ കാർഷിക ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ കാർഷിക കർമ്മസേന എന്നൊരു സംഭവം,
1500 ഗ്രോ ബാഗാണ് ഞങ്ങളിപ്പോൾ ക്ലബ്ബിൽ വെച്ചിരിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ ക്ലബ്ബിലേക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് നാടൻ വെജിറ്റബിൾസ് ഞങ്ങൾ അവിടെ തന്നെ കൾട്ടിവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ കുറേശ്ശെ നമുക്ക് മറ്റ് മെമ്പർമാർക്ക് കൊടുക്കാവുന്നുള്ളൊരവസ്ഥയിലേക്കും കൂടെ വരികയാണ്. ഇപ്പം പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത, കാരണം പലതും നമുക്കിപ്പം തമിഴ്നാട്ടിൽ നിന്നും അല്ലെങ്കിൽ അവിടെ നിന്ന് വരുമ്പോൾ നാച്ചുറലി അവർക്ക് പ്രിസർവേറ്റീവ്സ് ആണ്, അല്ലെങ്കിൽ അത് ചീത്തയായി പോകും. അതൊന്നും ഇല്ലാതെ നമുക്ക് ഭക്ഷണം. അത് സത്യമാണ് സാറ് പറയുന്ന ഒരു കാര്യം എന്നല്ല. ഒരു വെണ്ടയുടെ മൂട്, ഒരു 2 വെണ്ടയുടെ മൂട് ഉണ്ടെങ്കിൽ ഒന്നുമില്ല, നമുക്ക് അന്നത്തെ സാമ്പാറിനിടാനുള്ള വെണ്ടയ്ക്ക, ഒരു വെണ്ടയ്ക്ക ഒരു കൊണ്ടാട്ടം ഉണ്ടാക്കാം, എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ. അന്നേരം ഒരു നേരത്തെ കറി പോകാനുള്ളതല്ലോ നമുക്ക് കിട്ടും. അതുപോലെ 2 പാവയ്ക്ക ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ കുറച്ച് മറ്റേ കോവയ്ക്ക ഉണ്ടെങ്കിൽ, അങ്ങനെ പലതും നമുക്ക് കുറച്ച് നമുക്ക് വീട്ടിൽ നടാന്നുള്ളത്. ശരിയാ. നമ്മുടെ നാട്ടില് ചീര നടാം. ചീര നമുക്ക് കിട്ടുന്ന ഏറ്റവും വിഷം ചേർന്ന ചീരയാണ് കിട്ടുന്നത്. കാര്യം അല്ലെങ്കിൽ പുഴുക്കുത്ത് വരാതിരിക്കാൻ വേണ്ടി അവർ ചീര വളർന്നു വരുമ്പോൾ തന്നെ അതിലങ്ങ് സ്പ്രേ ചെയ്യും. അപ്പോൾ അതുപോലെ കരിയേപ്പില, ഏറ്റവും കൂടുതൽ വിഷമുള്ളത് കരിയേപ്പിലയാണെന്ന് പറയുന്നത്. അതുപോലെയൊക്കെ നമുക്ക് വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കാന്നേ ഉള്ളൂ. സാറ് പറഞ്ഞ പോലെ ഒരു കുറച്ച് മതിയെന്നേ. അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഒരു നല്ല പ്രോത്സാഹനം സാറ് നമുക്ക് മാക്സിമം ക്ലാസ് ഒക്കെ തരും കേട്ടോ. അത് വേറെ കാര്യം.